നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിനേക്കാൾ മൂന്നിരട്ടി ലാഭം, ഒരേക്കറിൽ നിന്ന് 10 ലക്ഷം രൂപ വരെയും വരുമാനം ലഭിക്കുന്ന കൃഷിക്ക് ഡിമാൻഡ് ഏറുന്നു. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മധുര വിപ്ലവത്തിന് നാന്ദി കുറിച്ച റംബുട്ടാൻ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഈ വർഷം നേടിയത് 1000 കോടി രൂപയുടെ വിറ്റുവരവ്. പനിപ്പഴം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ദുഷ്പ്രചരണങ്ങളെ പ്രതിരോധിച്ചാണ് കർഷകർ നേട്ടം കൈവരിച്ചത്. റബ്ബർ കൃഷി നഷ്ടത്തിലായതോടെയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിൽ നൂറുകണക്കിന് കർഷകർ റംബുട്ടാനിലേക്ക് തിരിഞ്ഞത്. ആദ്യകാലങ്ങളിൽ മെച്ചപ്പെട്ട വില ലഭിച്ചെങ്കിലും പിന്നീട് പല കാരണങ്ങളാൽ ഇടിഞ്ഞു. ദീർഘകാല വിളയെന്ന നിലയിൽ കർഷകർ പിടിച്ചുനിന്നു. വില സ്ഥിരത ഉറപ്പാക്കി കർഷകർ. ഇത്തവണ 1 ലക്ഷം ടണ്ണായിരുന്നു ഉൽപ്പാദനം. സീസൺ ആരംഭിച്ചപ്പോൾ കിലോഗ്രാമിന് 50 രൂപയ്ക്ക് പോലും എടുക്കാൻ ആളില്ലായിരുന്നു. കർഷകർ സംഘടിച്ച് കേരള റംബുട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ചു. സംസ്ഥാനത്തിന് പുറത്തെ മൊത്ത കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് വില സ്ഥിരത ഉറപ്പാക്കി. ഗുണനിലവാരമുള്ള N18 എന്ന ഇനം പഴത്തിന് കിലോയ്ക്ക് 100 മുതൽ 180 രൂപ വരെയും വിലയ്ക്ക് വിറ്റഴിക്കാനായി. വരും വർഷങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിക്കുമെന്നതിനാൽ ഉത്തരേന്ത്യൻ വിപണി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൂട്ടായ്മ. ഡൽഹി, നവി മുംബൈ, ഹൈദരാബാദ് തുടങ്ങി വിപണികളിൽ റംബുട്ടാൻ്റെ സാന്നിധ്യം തീരെ കുറവാണ്. ഈ വിപണി കൂടി കൈയടക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. പ്രമുഖ കർഷകരെയും ഉത്തരേന്ത്യൻ മൊത്ത വ്യാപാരികളെയും പങ്കെടുപ്പിച്ച് കൂത്താട്ടുകുളത്ത് റംബുട്ടാൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 ഇരട്ടി ആദായം. 1 കിലോ റബ്ബറിന് 300 രൂപയ്ക്ക് മുകളിൽ വില കിട്ടിയാലും ഒരേക്കറിൽ നിന്ന് പരമാവധി 3 ലക്ഷം രൂപയുടെ വരുമാനമേ ഉണ്ടാകൂ. ഒരേക്കർ റംബുട്ടാൻ ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ 10 ലക്ഷം രൂപ വരെയും വാർഷിക വരുമാനം ലഭിക്കും. സംസ്ഥാനത്ത് 25,000 ഏക്കറിൽ കൃഷിയുണ്ട്. വിപണി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സഹായിച്ചാൽ സമ്പദ്ഘടനയിൽ കുതിപ്പിന് കളമൊരുങ്ങും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം. റബ്ബറിൽ നിന്ന് റംബുട്ടാനിലേക്ക് ചേക്കേറി കേരളത്തിലെ കർഷകർ. വിലത്തകർച്ചയും തൊഴിലാളി ക്ഷാമവും മൂലം പ്രതിസന്ധിയിലായ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് കൂടുതൽ ആദായകരമായ റംബുട്ടാൻ കൃഷിയിലേക്ക് ചേക്കേറി കേരളത്തിലെ കർഷകർ. മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും വ്യാപകമായ റബ്ബർ തോട്ടങ്ങൾ റംബുട്ടാൻ പഴത്തോട്ടങ്ങളായി മാറുകയാണ്. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ 25,000 ഏക്കറോളം സ്ഥലത്ത് റംബുട്ടാൻ കൃഷിയുണ്ടെന്നാണ് റംബുട്ടാൻ മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ പറയുന്നത്. പരമ്പരാഗതമായി വീട്ടുപറമ്പുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ വിദേശി പഴം ഇന്ന് കർഷകരുടെ പ്രധാന വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞു. കുറഞ്ഞ ചിലവിൽ ഉയർന്ന വരുമാനം നേടാനാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്ന് അധികം കർഷകർ പറയുന്നു. നട്ടു 3-ാം വർഷം മുതൽ റംബുട്ടാൻ വിളവ് തരുമെന്നാണ് റംബുട്ടാൻ മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് പറയുന്നത്. 3-ാം വർഷത്തിൽ മരം ഒന്നിന് 30 കിലോ ലഭിക്കുന്നത് 5-ാം വർഷത്തോടെ 70 കിലോയും പിന്നീട് 300 കിലോ വരെയും വർദ്ധിക്കും. കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ കണക്കാക്കിയാൽ പോലും ഒരു മരത്തിൽ നിന്ന് പ്രതിവർഷം 30,000 രൂപ ലഭിക്കും. 1 ഹെക്ടറിൽ നിന്ന് സാധാരണ വിളകളിൽ നിന്ന് പരമാവധി 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മാത്രമാണ് നേടാനാവുക. റബ്ബർ വില 300 രൂപയായാൽ പോലും ഇതിനടുത്തെത്തില്ല. എന്നാൽ കഴിഞ്ഞ സീസണിൽ 1 ഹെക്ടറിൽ നിന്ന് 14 ലക്ഷം രൂപ വരെയും വരുമാനം ലഭിച്ചുവെന്ന് എറണാകുളത്തെ ഒരു കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. വെറും 60,000 രൂപ മാത്രമാണ് ഇതിനായി ചെലവഴിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റബ്ബറിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പണി മതിയെന്ന് മാത്രമല്ല, ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമവും പ്രതികൂല കാലാവസ്ഥയും റബ്ബർ മേഖലയെ തളർത്തുന്നത് പോലെ റംബുട്ടാനെ ഒരിക്കലും ബാധിക്കില്ല എന്ന ആശ്വാസവുമുണ്ട്. എന്നാൽ വിളവെടുത്ത ശേഷം വേഗത്തിൽ കേടാകുന്ന പഴമായതിനാൽ കൃത്യമായ ശീതീകരണ സംഭരണശാലകളുടെയും റീഫർ വാനുകളുടെയും കുറവ് വലിയ പ്രതിസന്ധിയിലാണ്. നിലവിൽ ചെന്നൈ, ബാംഗ്ലൂരു മാർക്കറ്റുകളിലേക്കാണ് പ്രധാനമായും റംബുട്ടാൻ അയക്കുന്നത്. മുംബൈ, ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ വിപണികളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും വിപണനം വ്യാപിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗതാഗത സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം.